മുൻപം ഇഷ്യൂ നമ്മളെപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നിർത്തണം. കാരണം നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 610-ലധികം കുടുംബങ്ങൾ വഴിയാധാരമാകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ആ മുൻപത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി അവരോടൊപ്പം നമ്മൾ ഉണ്ടാകുമെന്ന് ഈ സമയം നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. മുൻപ് നിവാസികൾ ആ കമ്മീഷനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ കമ്മീഷന്റെ തീരുമാനങ്ങൾ വേഗം തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുനമ്പം പ്രശ്നം ഒരിക്കലും വർഗീയവൽക്കരിക്കാൻ നമ്മൾ ഇടയാക്കരുത്. നമ്മുടെ പ്രസിഡന്റ് പറയുകയുണ്ടായി, മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ, അതായത് സെക്യുലറിസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയാണ് ലത്തീൻ സമൂഹം. ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ജനതയാണ് നമ്മൾ. ഭരണഘടന പറയുന്ന രാജ്യത്തിന്റെ സോവറിറ്റി, രാജ്യത്തിന്റെ സോഷ്യലിസം, രാജ്യത്തിന്റെ സെക്യുലറിസം, ഇവയെല്ലാം കാത്തു പരിപാലിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലായ്മയല്ല, മതനിരാശമല്ല, ദൈവമില്ലായ്മയല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും നമ്മുടെ ഭരണഘടനയുടെ മുമ്പിൽ തുല്യതയുണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ്. നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾക്ക് വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ മതേതര രാഷ്ട്രമാക്കാതെ വേണമെങ്കിൽ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ അവർ അത് ചെയ്തില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ്. അവർ നമ്മുടെ പൂർവികർ നമുക്ക് തന്ന ഈ അവകാശം നമ്മൾക്കെന്നും വേണം. അത് വർഗീയത പറഞ്ഞ് നശിപ്പിക്കാൻ ഇടയാക്കരുത്. ചുരുക്കത്തിൽ അബൂബക്കറും നബീസുമില്ലാത്ത ഒരു ഇന്ത്യ, ജോസും മേരിയുമില്ലാത്ത ഒരു ഇന്ത്യ, സതിയും വാസുവില്ലാത്തൊരു ഇന്ത്യ നമ്മൾ ആരും ഒരിക്കലും സ്വപ്നം കാണില്ല. ഈ ഇന്ത്യ രാജ്യം അബൂബക്കറിന്റെയും നബീസയുടെയും ജോസിന്റെയും മേരിയുടെയും വാസുവിന്റെയും സതിയുടേതാണെന്ന് നമ്മളെല്ലാവരും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുൻപം ഇഷ്യൂ വർഗീയവൽക്കരിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നമ്മൾ ലത്തീൻകാരാണെങ്കിലും ഈ ലത്തീൻ സമുദായം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമുദായമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ശിവഗിരിയിൽ നടന്ന നമ്മുടെ വത്തിക്കാനിലും ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രസംഗിക്കുകയുണ്ടായി. അതിലൊക്കെ പറഞ്ഞത് ഈ നാനാത്വം, ഡൈവേഴ്സിറ്റി ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഹിതമാണെന്നാണ്. നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത് ജാതിയോ മതമോ അല്ല, മറിച്ച് നമ്മളെല്ലാവരും ദൈവത്തിന്റെ രൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണെന്നുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന് എന്തെങ്കിലും കോട്ടം വന്നാൽ ഈ രാജ്യം പോലും
നിലനിൽക്കില്ല. ഈ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്ത് എല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ദർശനങ്ങൾ വിശാലമായിരിക്കണം. നമ്മുടെ ആകാശം വിശാലമാകണം. അതുപോലെ തന്നെ നമ്മുടെ ചക്രവാളങ്ങളെ നമ്മൾ വിശാലമാക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇടുങ്ങിയ മനോഭാവത്തിലൂടെ വന്ന് നമ്മൾ ഈ രാജ്യത്തെ പലരും പറയുന്ന പോലെ കുട്ടിച്ചോറാക്കാനായിട്ട് സാധിക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ പഠനങ്ങളാണ്. ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം, ഒരു സ്നേഹത്തിൻ്റെ നാഗരികത, എ കൾച്ചർ ഓഫ് ലവ്, എ സിവിലൈസേഷൻ ഓഫ് ലവ്. അതിനു വേണ്ടിയിട്ടാണ് തന്നെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തൂങ്ങി മരിക്കുവാൻ അവിടുന്ന് വിട്ടുകൊടുത്തത്. ആ സംസ്കാരം, ആ സ്നേഹത്തിൻ്റെ വിപ്ലവം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ വ്യാപിക്കുവാനായിട്ട് നമ്മൾ എന്നും പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ പ്രശ്നമല്ല, മറിച്ച് അതൊരു മാനുഷിക പ്രശ്നമാണ്. 610 കുടുംബങ്ങൾ വേദനിക്കുന്ന കുടുംബങ്ങളാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ഇവിടെ പറയുന്ന പോലെ ഏതാണ്ട് 140 ദിവസങ്ങൾ ഈ തോമസ് മെത്രോപോലിത്തയും അദ്ദേഹത്തിൻ്റെ വൈദികരും സന്യസ്തരും അൽമായരും ഈ രാജ്യത്തിലെ കുറേ ജനങ്ങളൊക്കെ സമരം ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരിൽ നമ്മുടെ മെത്രോപോലിത്തയുടെ പേരിലും നമ്മുടെ വൈദികരുടെയും സന്യസ്തരുടെയും ജനങ്ങളുടെയും പേരിലും വെച്ചിരിക്കുന്ന കേസുകൾ ഈ ഗവൺമെൻറ് ഇടപെട്ട് മാറ്റിക്കൊടുക്കണമെന്നും അവർക്ക് സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരവസരം ഉണ്ടാകണമെന്നും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പറയുകയാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ നടത്തുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് നമുക്ക് പറയാൻ സാധിക്കും. നമ്മളൊരു ന്യൂനപക്ഷമാണെങ്കിലും നമ്മൾ രാജ്യത്തിന് കൊടുക്കുന്ന നമ്മുടെ സഹകരണങ്ങൾ ഒരു ഭൂരിപക്ഷത്തിൻ്റെ സഹകരണങ്ങളാണെന്ന് പറയാൻ പറ്റും. ധാരാളം കോളേജുകൾ, ധാരാളം സ്കൂളുകൾ, ധാരാളം ആസ്പത്രികൾ, ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നിരവധിയായ തുറകളിൽ ലത്തീൻ സമുദായവും ക്രൈസ്തവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നയിക്കാൻ നമ്മൾ ചെയ്ത കോൺട്രിബ്യൂഷൻ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് കയറി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തെ സംശുദ്ധീകരിക്കുവാൻ കഴിയുന്ന തത്വശാസ്ത്രം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാതെ രാഷ്ട്രീയം ചീത്തയാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ മാറി നിൽക്കുകയല്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ അവരാണ് MP-മാര്, MLA-മാര്, മന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്, പ്രധാനമന്ത്രിമാരൊക്കെ. അപ്പം തീർച്ചയായിട്ടും ഈ ലത്തീൻ സമുദായം ഒരുമിച്ച് നിന്ന് ഇങ്ങനെയുള്ള അവകാശങ്ങൾ പിടിച്ചെടുക്കുവാൻ സാധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരെ പറയുകയുണ്ടായി, ഇന്ന് ജനപ്രതിനിധി സമ്മേളനം നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറയുകയായിരുന്നു, നമുക്ക് സ്വാധീനമുള്ള 40 മണ്ഡലങ്ങളുണ്ട്. ആ 40 മണ്ഡലങ്ങളിലും നമ്മുടെ ആളുകളെ നിർത്താനായിട്ട് ശ്രമിക്കണമെന്ന്. നമ്മൾ ജയിച്ചില്ലെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം.